അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 92-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹുക്മു തമീസി ഇദാ കാനൽ മുമയ്യസു മൽഹൂലൻ. മുമയ്യസ് മൽഹൂലായാൽ തമീസിന്റെ വിധി. വിവേചിക്കപ്പെടുന്നത് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതായാൽ വിവേചകനാമത്തിന്റെ വിധി. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. യുൻസബു അത്തമീസു ഇദാ കാനൽ മുമയ്യസു മൽഹൂലൻ. മുമയ്യസ് മൽഹൂലായാൽ തമീസ് മൻസൂബ് ആയിരിക്കും, നസ്ബ് ചെയ്യപ്പെടും. മുമയ്യസ് അഥവാ വിവേചിക്കപ്പെടുന്നത് മൽഹൂലായാൽ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതായാൽ തമീസ് അഥവാ വിവേചക നാമത്തിന് നസ്ബ് ചെയ്യപ്പെടും. യുൻസബു തമീസു ഇദാ കാനൽ മുമയ്യസു മൽഹൂലൻ. മുമയ്യസ് രണ്ട് തരത്തിലുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട്, മൽഫൂദും മൽഹൂദും. മൽഫൂദായി മുമയ്യസ് വരുന്ന ഉദാഹരണങ്ങളുടെ നിയമങ്ങളെല്ലാം നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. മൽഹൂലായി മുമയ്യസ് വന്നാൽ ഒരേ ഒരു നിയമമേ ഉള്ളൂ. മുമയ്യസ് മൽഹൂലാണ് എങ്കിൽ അഥവാ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതാണ് എങ്കിൽ, അഥവാ മുമയ്യസ് വാചകത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ തമീസിന് നാം നസ്ബ് ചെയ്യപ്പെടും. മുമയ്യസ് പറയാതെ ഇരുന്നാൽ തമീസിന് നസ്ബ് ചെയ്യപ്പെടും എന്നർത്ഥം. 4 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹസനുൽ ഉലാമു കലാമൻ. ഹസനുൽ ഉലാമു ആൺകുട്ടി മെച്ചപ്പെട്ടു, കലാമൻ സംസാരത്താൽ. യഅ്തദല റജുലു ഖാമത്തൻ. പുരുഷന്റെ ആകാരം മധ്യനില പ്രാപിച്ചു. ഖാമത്തൻ ആകാരം. അൽഫീലു അക്ബറു മിനൽ ജമലി ജിസ്മൻ. ശരീരത്താൽ ഒട്ടകത്തേക്കാൾ വലുതാണ് ആന. ഒട്ടകത്തേക്കാൾ ശാരീരികമായി വലുതാണ് ആന. അൽ ഹരീറു അഅല മിനൽ ഖുത്നി ഖീമത്തൻ. പരുത്തിയേക്കാൾ വില കൂടിയത് പട്ടാണ്. ഈ ഉദാഹരണങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ മുമയ്യസിനെ നമുക്ക് കാണുന്നില്ല. ആ മുമയ്യസ് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിവരയിട്ട പദങ്ങൾ കലാമൻ, ഖാമത്തൻ, ജിസ്മൻ, ഖീമത്തൻ ഇവയെല്ലാം മൻസൂബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. കലാമൻ, ഖാമത്തൻ, മെൻ, തെൻ, ജിസ്മൻ, മെൻ, ഖീമത്തൻ, തെൻ എന്നിങ്ങനെ മൻസൂബാണ്. ഒരു വാചകത്തിൽ മുമയ്യസ് മൽഹൂലാണ് എങ്കിൽ, അഥവാ വിവേചിക്കപ്പെടുന്നത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ്, അത് പറയപ്പെടാതെ വാചികമല്ല എങ്കിൽ, ആ വാക്യത്തിലെ തമീസിനെ നമുക്ക് നിർബന്ധമായും നസ്ബ് കൊടുക്കണം, നസ്ബ് ചെയ്യപ്പെടും. കലാമൻ, ഖാമത്തൻ, ജിസ്മൻ, ഖീമത്തൻ ഇവയെല്ലാമാണ് ഈ ഉദാഹരണത്തിലെ തമീസ്. അവ മൻസൂബുമാണ്. യുൻസബു തമീസു ഇദാ കാനൽ മുമയ്യസു മൽഹൂലൻ. മുമയ്യസ് മൽഹൂലായാൽ തമീസിന് നസ്ബ് ചെയ്യപ്പെടും. അഥവാ വിവേചിക്കപ്പെടുന്നത് മുമയ്യസ് പറയാതെ ഇരുന്നാൽ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന പദമാണ് എങ്കിൽ, അഥവാ വാക്യത്തിൽ വരാതെ, ഒരു പദമായി വരാതെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് എങ്കിൽ മുമയ്യസ് തമീസിന് നാം നിർബന്ധമായും നസ്ബ് കൊടുക്കണം എന്നർത്ഥം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവ്വം ഷഹീദ് മുഹ്സിൻ, ബിലാദ് ഖത്തർ.